നമസ്കാരം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഒരു വിഷയമാണ്. അതായത് അർജന്റീന ഈജിപ്ത് മത്സരത്തിൽ വിവാദമായ റഫറിങ്ങും അതേപോലെ തന്നെ ഗോൾ വിവാദവും പെനാൽറ്റി വിവാദവുമാണ് ഇന്ന് ചർച്ച ചെയ്ത് നമ്മൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണ്. എന്നോടൊപ്പം സുജിത് ചന്ദ്രനും അതേപോലെ തന്നെ ER രാഗേഷുമാണ് ചേരുന്നത്. ആദ്യം നമ്മൾ സുജിത് ചന്ദ്രനിലേക്ക് പോകുന്നു. അർജന്റീനിയൻ ഫാനാണ്. അപ്പോഴേക്ക് 2 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് ഈ ഒരു മത്സരത്തിൽ അർജന്റീന ഒരു വലിയ വിജയം നേടുന്നു, വലിയൊരു കംബാക്ക്. അതിലാണ് ഇപ്പോൾ വലിയൊരു വിവാദം ഉണ്ടായിരിക്കുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഗോൾ വിവാദം തന്നെ ഉണ്ടാകുന്നു. അത് ഈജിപ്റ്റ് നേടിയ 2ാമത്തെ ഗോൾ നിഷേധിക്കുന്നു. തൊട്ട് പിന്നാലെ ഏറ്റവും അവസാനം ഈജിപ്തിന് വേണ്ടി വന്ന ഒരു പെനാൽറ്റി അവസരം അത് വാർ ചെക്ക് പോലും ചെയ്യാതെ റഫറി രൂക്ഷമായി പിന്തള്ളുന്നു എന്നാണ് സാമൂഹിക മാധ്യമങ്ങളിലെ ചർച്ച. അതിനെക്കുറിച്ചിട്ട് അർജന്റീന ഫാനായിട്ടുള്ള സുജിത്രട്ടൻ എന്താ പറയാനുള്ളത്? അർജന്റീന ഫാൻ എന്നുള്ളതിൽ തുടക്കത്തിൽ പറയാനുള്ളത് ഈ 2 ടീമും നല്ല ഗംഭീരമായിട്ട് ഇന്നലെ കളിച്ചിരുന്നു. അതായത് ഈജിപ്തിൻ്റെ കളി മോശമാണെന്നൊന്നും ഒരു ഫാൻ ഫൈറ്റിൻ്റെ ഭാഗമായിട്ടൊന്നും പറയുന്ന എന്തായാലും ഗംഭീരമായിട്ട് ഈജിപ്റ്റ് കളിച്ചു. ഈജിപ്റ്റ് നേടിയ 2 ഗോളും ഉജ്ജ്വല ഗോളുകളായിരുന്നു. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് പറഞ്ഞാൽ, ഈജിപ്തിനെ സംബന്ധിച്ച് പ്രശ്നം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഈജിപ്റ്റ് ഉജ്ജ്വലമായി കളിച്ചപ്പോൾ അതിലും ഉജ്ജ്വലമായിട്ട് പതിവ് പോലെ അർജന്റീന കളിച്ചു, പതിവ് പോലെ അർജന്റീന ജയിച്ചു എന്നുള്ളതാണ്. ഇതിലിപ്പോൾ 58ാം മിനിറ്റിൽ നടന്ന ഒരു ഈ മുസ്തഫ സീക്കോയുടെ ഗോളിൻ്റെ വിവാദമാണല്ലോ. അതായത് ഗോളാകാതെ പോയത്, അത് അനുവദിക്കാതിരുന്നതാണ് ഒരു പ്രശ്നം. അപ്പോൾ രണ്ടാമത്തേത് ഈ സലായുടെ അനുവദിക്കാതിരുന്ന ആ ഒരു വിവാദമുണ്ട്. ഇതിൽ രണ്ടിലും ഒരുപക്ഷെ ഇപ്പോഴേ ചിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ER രാഗേഷ്. ER രാഗേഷിന് പറയാനുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ. അതായത് ആ സമയത്ത്, അതായത് ഈ ലിസാൻഡ്രോ മാർട്ടിനസിനെ പിന്നെ ഈ മർവാൻ ആറ്റിയ എന്ന് പറയുന്ന അവരുടെ അവിടെയാണല്ലോ ഫൗള് ചെയ്യുന്നിടത്താണല്ലോ ഇതിൻ്റെ തുടക്കം. ആ ഫൗള് എന്ന് പറയുന്നത് ഇപ്പോൾ വാർ എന്ന് പറഞ്ഞൊരു സംവിധാനം എന്തായാലും നമ്മുടെ ലോക ഫുട്ബോളിൽ നിർഭാഗ്യവശാലോ ഭാഗ്യവശാലോ ഇപ്പോൾ ഉണ്ട്. അത് കളിയുടെ സൗന്ദര്യം നശിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് എന്നൊക്കെയുള്ള രൂപത്തിലുള്ള വിമർശനങ്ങളുണ്ട്. അതിൻ്റെ 2 ഭാഗത്തും ആൾക്കാരുണ്ട്. നമ്മുടെ ചർച്ച ഇപ്പോൾ അതല്ല. പക്ഷേ ഈ ആറ്റിയ ഇദ്ദേഹത്തെ കാലിൽ ചവിട്ടി ഫൗൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാറിൽ വളരെ വ്യക്തമാണ്. ആ മൂവ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ, ആ ഫൗൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ അർജൻറ്റീനയുടെ പ്ലേയേഴ്സ് ആ ഫൗൾ അപ്പീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഒരു അഡ്വാൻറ്റേജ് ബോൾ കാലിലിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാർ വന്നതിന് ശേഷം ആ ഒരു മൂവ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ഇപ്പോൾ അനുവദിക്കാറുണ്ട്. അങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നതും അത് ബോളായി ഭവിക്കുന്നതും. ഇനി ഒരു പക്ഷേ അത് ഗോളായി ഭവിക്കുന്നു. ഗോളായിരുന്നില്ല എന്ന് കരുതുക. ഇപ്പോൾ അത് പോസ്റ്റിലേക്ക് പോയി ഗോളായി, അതല്ലെങ്കിൽ കോർണറിലേക്ക് പോയി, അല്ലെങ്കിൽ ഔട്ടായി, ഇങ്ങനെയൊക്കെയാണെന്ന് കഴിഞ്ഞാൽ അത്രയും ഭാഗം അനുവദിക്കും. ശേഷം എന്ത് ചെയ്യും? വാർച്ചെക്കിന് പോകും. വാർച്ചെക്കിന് പോകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കാലിൽ ചവിട്ടുന്നുണ്ടെന്നേ, അല്ലേ? കാലിന് ചവിട്ടുന്നുണ്ടത്. അതായത് ആ സമയത്ത് അദ്ദേഹത്തിന് അഡ്വാൻറ്റേജായിട്ട് കാലിലിരിക്കുന്ന ബോള് അതിന് മുമ്പോ പിമ്പോ ഉണ്ടായ ഒരു മൂവ്മെൻറ്റ് കാരണം തെറ്റിപ്പോയാൽ, ഞാൻ സമയം അധികം എടുക്കുന്നില്ല, നമുക്ക് കുറച്ച് സമയമുള്ളൂ. ഒറ്റ കാര്യം, നിയമം പറഞ്ഞതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടല്ല, കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ടില്ല എങ്കിലും പറയാതെ പറ്റില്ല. ഇൻ്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിൻ്റെ IFABയുടെ റൂൾ ബുക്ക് പ്രകാരം വാറിനിൽ ഇത്തരം സന്ദർഭങ്ങൾ വിടുന്നതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ദ പീരീഡ് ഓഫ് പ്ലേ ബിഫോർ ആൻഡ് ആഫ്റ്റർ ആൻ ഇൻസിഡൻറ്റ് ദാറ്റ് ക്യാൻ ബി റിവ്യൂഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ലോസ് ഓഫ് ദ ഗെയിം ആൻഡ് വാർ പ്രോട്ടോകോൾ. അഡീഷണലി എ റിവ്യൂ ഈസ് അലൗഡ് ഫോർ അറ്റാക്കിംഗ് ടീം ഒഫൻസ് ഇൻ ദ ബിൽഡപ്പ് ഓർ സ്കോറിംഗ് ഓഫ് ദ ഗോൾ. അതായത് ഈ ഗോളിലേക്കുള്ള നീക്കത്തിലോ അതിന് പിന്നിലോ അങ്ങനെ ഒരു ഫൗൾ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ, ഫൗൾ എന്താ? ഒന്നിൽ ഓഫ് സൈഡ് ആകാം, അല്ലെങ്കിൽ ഹാൻഡ് ബോൾ ആകാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ മറ്റൊരു പ്ലെയറിനെ അപകടകരമായി ഡ്രിബിൾ ചെയ്യുന്നതോ ചാർജ് ചെയ്യുന്നതോ ഒക്കെ ആവാം. അങ്ങനെ ഉണ്ടായിരുന്നു അവിടെ, ബോക്സിനുള്ളിലായിരുന്നു. പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് IFABയുടെ അപ്പോഴൊക്കെ നമ്മൾ അവിടെ നോക്കുന്നത് അത് മാത്രമല്ല, അതിനുശേഷമുള്ള പരിശീലകരുടെ അതേപോലെ തന്നെ പരിശീലകരുടെയും സീക്കോയുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ്. അതായത് മെസ്സി ഈ ഒരു ടൂർണമെന്റിൽ നിലനിൽക്കേണ്ടത് ഫിഫയുടെ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഇത് ഈജിപ്ത് പരിശീലകൻ ഒസാമ ഹസനാണ് പറയുന്നത്. തൊട്ട് പിന്നാലെ തന്നെ ഈജിപ്ത് താരം പറയുന്നുണ്ട്, ഇറ്റ്സ് ക്ലിയർ, ഇറ്റ്സ് ടൂർണമെന്റ് ഈസ് ഫിക്സ്ഡ് എന്ന് പറഞ്ഞിട്ടാണ് മുസ്തഫ സീക്കോ തുടങ്ങുന്നത് തന്നെ, ഒരു പ്രതികരണമായിട്ട് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് കാരണം തന്നെ ഈ മുസ്തഫ സീക്കോയുടെ പ്രതികരണത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് വലിയ രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം ചർച്ചയാകുന്നത്. അതിനെക്കുറിച്ചിട്ട് ER രാഗേഷ് എന്താ നോക്കിക്കാണുന്നത്? കാരണം ഈ വാറാണല്ലോ ഇതിനകത്ത് ഈ വിവാദമായ വിഷയം. ആദ്യം തന്നെ പറയാം, ഈ വാർ എന്ന് പറഞ്ഞ പരിപാടി യഥാർത്ഥത്തിൽ ഒരു രസംകൊല്ലിയാണ്. അപ്പോൾ
ഇന്നലത്തെ ആ മത്സരം ഇപ്പോൾ അർജന്റീന കളിച്ച് കഴിഞ്ഞ രണ്ട് കളിയും കാബോ വെർദെ ആയിക്കോട്ടെ, അതിനുശേഷം ഇപ്പോൾ ഈജിപ്റ്റ് ആയിക്കോട്ടെ, ഗംഭീരമായി ഫൈറ്റ് ചെയ്ത രണ്ട് ടീമുകൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നലത്തെ മത്സരത്തിൻ്റെ രസം കൊല്ലിയായിരുന്നു വാർ എന്ന കാര്യത്തിലാണ് ഒന്നാമത്തെ പോയിന്റ്. അത് പറയാൻ കാരണം, ഒന്ന് ഈ പറഞ്ഞതുപോലെ 58-ാം മിനിറ്റിലെ 120 യാർഡ് അപ്പുറത്ത് കിടക്കുന്ന ഒരു ഫൗളാണ്. വാർ ചെക്ക് ചെയ്യുന്നത് അർജന്റീനയുടെ പെനാൽറ്റി ബോക്സിന് പരിസരത്തല്ല, 120 യാർഡ് അപ്പുറത്ത് നടക്കുന്ന ഒരു ഫൗളാണ് ഇവിടെ. അതായത് അർജന്റീനയുടെ മിഡ്ഫീൽഡിനെ തുറന്നു കാട്ടുന്നു, അത് കഴിഞ്ഞ് ഡിഫൻസ് പൊളിഞ്ഞു പോകുന്നു, എന്നിട്ടാണ് അത് ഫിനിഷ് ചെയ്യുന്നത് ആ ഗോള്. അപ്പോൾ ആ ഗോൾ അനുവദിച്ചിരുന്നെങ്കിൽ തൊട്ട് പിന്നാലെ 64 മിനിറ്റിൽ അർജന്റീന വീണ്ടും സ്കോർ ചെയ്യുന്നുണ്ട്, 3-0 ആകുമായിരുന്നു. ഒരുപക്ഷെ അർജന്റീനയ്ക്ക് ഒരു തരത്തിൽ ആ വാർ അനുവദിക്കുന്നത് അർജന്റീനയെ സംബന്ധിച്ച് രക്ഷയായിരുന്നു എന്ന നിലപാടുള്ള ആളാണ് ഞാൻ. കാരണം അർജന്റീനയുടെ എല്ലാവരും പറയുന്നത് അർജന്റീനയുടെ കംബാക്കാണ്. പക്ഷേ ആ ഗോൾ അനുവദിച്ചിരുന്നെങ്കിൽ 3-0 ഈജിപ്ത് മുന്നിൽ പോകുന്ന നിലയിലേക്ക് പറഞ്ഞു തീർക്കട്ടെ. അപ്പോൾ ആ ഗോള് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിൽ, അതായത് സീക്കോട് 57-ാം മിനിറ്റിൽ ആ മൂവ് അനുവദിക്കപ്പെട്ടിരുന്നെങ്കിൽ 64 മിനിറ്റിൽ സ്കോറും കൂടി വന്നു കഴിഞ്ഞാൽ 3-0, സ്വാഭാവികമായിട്ടും ഒരു മെന്റൽ ഗെയിം എന്ന നിലയ്ക്ക് അർജന്റീന ഒരുപക്ഷെ തിരിച്ചു വരില്ലായിരുന്നു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇനി രണ്ടാമത്തെ കാര്യം, വാർ അനുവദിക്കപ്പെടുന്നു. ഇപ്പോൾ സാധാ ഫാൻസോ അല്ലെങ്കിൽ വീട്ടിൽ പറയുന്ന പോലെ അർജന്റീന വിരുദ്ധരോ പറയുന്ന കാര്യമില്ല, എക്സ്പേർട്സ് പറയുന്നുണ്ട്. നിങ്ങൾ ഒരു സ്ഥലത്ത് വാർ ഉപയോഗിക്കുമ്പോൾ മറ്റു സ്ഥലത്ത് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന ചോദ്യം കൂടി ഉന്നയിക്കുന്നുണ്ട്. അത് കളിയെഴുത്തുകാർ പറയുന്നുണ്ട്, മുൻ താരങ്ങൾ പറയുന്നുണ്ട്, പരിശീലകർ ഉൾപ്പെടെ പറയുന്നുണ്ട്. അതിൽ തന്നെ ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താ, സലയെ ബീറ്റ് ചെയ്തു, പക്ഷേ ബീറ്റ് ചെയ്തുകൊണ്ട് അത് ഫൗളല്ല. എവിടെ ഫൗൾ നടക്കുന്ന പെനാൽറ്റി ബോക്സിനകത്താണ്. സലേ പോലത്തെ ഒരു താരത്തിന് ആ ബോൾ തിരിച്ചെടുക്കാൻ എത്ര മിനിറ്റ് വേണം, അല്ലെങ്കിൽ എത്ര സെക്കൻഡ് വേണം? ചവിട്ടുന്നത് വിഷ്വലിലുണ്ടോ? ഉണ്ടോ? സലേ ഫൗൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് അവർ അപ്പീൽ ചെയ്യുന്നു? സല പറയുന്നുണ്ട് വാർ ചെക്ക് ചെയ്തില്ലാന്നാണ് അവിടുത്തെ പ്രശ്നം. പെനാൽറ്റി ഉണ്ടോ ഇല്ലല്ല, അവിടെ വാർ ചെക്ക് ചെയ്തില്ല. പിന്നെ എന്തിനാണ് ഈ വാർ? തൊട്ട് പിന്നാലെ തന്നെ ഷൊബേറും, അതായത് ഗോൾ കീപ്പർ ആയിട്ടുള്ള ഷൊബേർ, ഈജിപ്തിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള ഷൊബേറും, അതേപോലെ തന്നെ പരിശീലകൻ സ്റ്റാഫും അടക്കമുള്ളവർ, ഈജിപ്തിന്റെ ഉള്ളവർ ഈ ഒരു അപ്പീലുമായിട്ട് രംഗത്തെത്തുന്നുണ്ട്. തൊട്ട് പിന്നാലെയാണ് യെല്ലോ കാർഡുകളൊക്കെ കൊടുക്കുന്നത്. അത് നമ്മൾ അത് മാത്രമല്ല, പറഞ്ഞു നമുക്ക് 15 മിനിറ്റില്ല. ഇത് അൽവരസിന്റെ കാര്യമല്ലേ പറഞ്ഞ ആദ്യത്തെ 52 മിനിറ്റിലല്ല, അർജന്റീന 3-ാം ഗോൾ സ്കോർ ചെയ്യുന്ന അതല്ലേ സലായെ വീഴ്ത്തുന്ന. സലായെ വീഴ്ത്തുമ്പോ ബോളിന്റെ മൂവ്മെന്റ് എങ്ങോട്ടാ? സലായെ വീഴ്ത്തുന്ന സമയത്ത് ശരിയാണ്, തിരിച്ചെങ്ങനെയാ? മാർട്ടിനസിന്റെ കാര്യത്തിലാവുമ്പോൾ കാലിലല്ലേ ചവിട്ടുന്നത്? ഈ സമയത്ത് ഒറ്റ കാര്യം, ഈ ബോള് കാലിൽ നിന്ന് മൂവ് ചെയ്തിട്ട് ആ മൂവ് കംപ്ലീറ്റ് ആയതിനു ശേഷമല്ലേ സല വീഴുന്നത്? എന്തുകൊണ്ട് വാർ ചെക്ക് ചെയ്തില്ല? ഞാൻ പ്രശ്നം അല്ല, ഇത് പിന്നെന്തിനാണ് വാർ? അല്ല, ഇത് ചെക്ക് ചെയ്യും. 120 യാർഡിന് അപ്പുറത്തുള്ള ഫൗള് ഇവിടെ ഏതാണ്ട് മിനിറ്റുകൾക്ക് അപ്പുറത്ത് ഇവിടെ ഫിനിഷ് ചെയ്തതിനു ശേഷം അവിടെ വാർ ചെക്ക് ചെയ്യുന്നത്. ഇത് സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് അതാണ് ഞാൻ അവിടെയാണ് ഈ ചോദ്യം വരുന്നത്. ഇതിന്റെ പിന്നെ എന്തിനാണ് വാറിന്റെ ആവശ്യം പറയാൻ ശ്രമിച്ചത്? അങ്ങനെയാ, അതതിന്റെ ബിൽഡപ്പിന്റെ സമയത്തോ സ്കോറിംഗിന്റെ സമയത്തോ ഉണ്ടാവും. നേരത്തെ അങ്ങനെ ചെക്ക് ചെയ്യില്ലായിരുന്നു, അതേ സമയത്ത് തന്നെ വിളിക്കുമായിരുന്നു. വാർ വന്നതിന് ശേഷം ആ മൂവ്മെന്റ്, അത് അഡ്വാൻസ്ഡ് ബോൾ ആണെങ്കിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഒരു മത്സരത്തിൽ, അതായത് ഈ ഒരു മത്സരത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച കാര്യങ്ങളാണ്. അതായത് ഈ ഒരു മത്സരത്തിൽ ഒരു ഉജ്ജ്വല തിരിച്ചുവരവിലൂടെയാണ് അർജന്റീന വിജയിക്കുന്നത്. അതിൽ ഏറ്റവും രീതിയിൽ വലിയ വിവാദങ്ങൾക്ക് കാരണമായത് വാർ ചെക്കിങ്ങും അതേപോലെ തന്നെ പെനാൾട്ടി വിവാദവും ഈജിപ്തിന്റെ ഗോൾ നിരസിച്ചതുമാണ്. അതാണ് നമ്മൾ ഇത്രയും നേരം പരിശോധിച്ച് സൂക്ഷ്മമായി വിലയിരുത്തിയത്. അത് അർജന്റീന ഫാൻസിന്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ പൊതുവായിട്ടുള്ള ഫാൻസിന്റെ രീതിയിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് പരിശോധിച്ചത്. എന്തായാലും ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്.